Good morning all. Today we are going to discuss about the planar chromatography. Planar chromatography or plane chromatography is a chromatography on a plane surface rather than on a column. നമ്മൾ നേരത്തെ കോളം ക്രോമറ്റോഗ്രഫിയിൽ കോളത്തിലാണ് സെപ്പറേഷൻ നടത്തിയത്. ഇവിടെ ഒരു പ്ലെയിൻ സർഫസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. There are two main types of planar chromatography. They are paper chromatography PC and thin layer chromatography TLC. Now let's see the paper chromatography, first type of planar chromatography in detail. The paper chromatography PC is a special field of liquid partition chromatography. In this technique, the stationary phase is a film of liquid, for example water, which is absorbed on a paper mat, usually made of highly purified cellulose. The mobile phase is another liquid percolating over it. അതായത് പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ലിക്വിഡ് തന്നെയാണ്. സ്റ്റേഷനറി ഫേസ് ആ പേപ്പർ മാറ്റിൽ അഡ്സോർബ് ചെയ്തിരിക്കും. മൊബൈൽ ഫേസ് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ പെർക്കുലേറ്റിംഗ് എന്ന് പറയും. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴുക്കി വരുന്നതിനാണ് പറയുന്നത്. ഓക്കെ. Successive equilibration of the components between the stationary phase and the mobile phase, while the mobile phase moves over the stationary phase, set up a differential migration of the components. Separation of the sample components is thereby accomplished. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില കമ്പോണൻസിന് സ്റ്റേഷനറി ഫേസ് ആയിട്ടായിരിക്കും കൂടുതൽ അഫിനിറ്റി ഉണ്ടാവുക, ചിലതിന് മൊബൈൽ ഫേസ് ആയിട്ടായിരിക്കും അഫിനിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അഫിനിറ്റിക്ക് അനുസരിച്ച് ഏതിനോടാണോ കൂടുതൽ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ മൈഗ്രേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. മൂവ് ചെയ്യുന്ന സ്പീഡിൽ ഡിഫറൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ദി കമ്പോണൻസ് ഗെറ്റ് സെപ്പറേറ്റഡ്. Now let's see how this separation is accomplished. That is the process of paper chromatography. The apparatus required for paper chromatography consists of a support for the paper. പേപ്പർ ആണല്ലോ, അപ്പോൾ സപ്പോർട്ട് ചെയ്ത് വെക്കാനൊരു സപ്പോർട്ട് വേണം. നെക്സ്റ്റ് എ സോൾവെൻറ്റ് ട്രഫ്, സോൾവെൻ്റ് എടുത്തിട്ടുള്ളൊരു ട്രഫ്, ഒരു പാത്രം, ആൻഡ് ആൻ എയർ ടൈറ്റ് ഗ്ലാസ് സിലിണ്ടർ ടു ഡെവലപ്പ് ദ ക്രോമറ്റോഗ്രാം. ഇതൊക്കെ ഒരു ഗ്ലാസ് സിലിണ്ടറിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ ദ സാമ്പിൾ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് that has to be separated is spotted near the lower edge of the paper strip and dried. സാമ്പിൾ സൊല്യൂഷൻ പേപ്പർ സ്ട്രിപ്പിൻ്റെ ലോവർ എഡ്ജിൽ സ്പോട്ട് ചെയ്യും, എന്നിട്ട് അത് ഡ്രൈ ചെയ്യും. ദെൻ ദിസ് പേപ്പർ ഈസ് സസ്പെൻഡഡ് ഇൻ ദ ഗ്ലാസ് സിലിണ്ടർ വിത്ത് ഇറ്റ്സ് ലോവർ എൻഡ് ജസ്റ്റ് dipping in the suitable solvent chosen as the mobile phase, taking care to see that the spotted portions are above the solvent level. ഇനി എന്ത് ചെയ്യും, ഈ ഇത് ഗ്ലാസ് സിലിണ്ടറിൽ സസ്പെൻഡ് ചെയ്ത് വെക്കും. എങ്ങനെയാണ്, ഇതിൻ്റെ ലോവർ എഡ്ജ് ഈ സോൾവെൻറ്റിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ സ്പോട്ട് ചെയ്ത സൊല്യൂഷൻ സോൾവെൻറ്റിൽ മുങ്ങിപ്പോകാൻ പാടില്ല, അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന രീതിയിലായിരിക്കും ഈ പേപ്പർ സസ്പെൻഡ് ചെയ്ത് വെക്കുക, സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ദ സോൾവെൻറ്റ് അസെൻസ് ത്രൂ ദ പേപ്പർ ബൈ കാപ്പിലറി ആക്ഷൻ ക്യാരിയിങ് ദ വേരിയസ് കമ്പണൻസ്. ഈ കമ്പണൻസിനെയും ക്യാരി ചെയ്തുകൊണ്ട് ഈ സോൾവെൻറ്റ് എന്ത് ചെയ്യും, പേപ്പറിലോട്ട് ഇങ്ങനെ കാപ്പിലറി ആക്ഷൻ വഴി എസെൻറ്റ് മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദ കമ്പണൻസ് മൂവ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ഇമിസിബിൾ ലിക്വിഡ്. അപ്പം ഈ പേപ്പറിൽ ആദ്യമേ നമ്മൾ ഒരു സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് അഡ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ടാണ് നമ്മുടെ സോൾവെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, കമ്പണൻസും മൂവ് ചെയ്യാൻ തുടങ്ങും. thereby the separation is accomplished. ഈ രീതിയിൽ ക്രോമറ്റോഗ്രഫിക്, അതായത് ദിസ് മോഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ക്രോമറ്റോഗ്രഫിക് സോൺ ഈസ് കോൾഡ് അസെൻഡിങ് ഡെവലപ്മെൻറ്റ്. അതായത് സോൾവെൻറ്റ് മൊബൈൽ ഫേസ് നമ്മൾ താഴെയാണ്
പിന്നെ വെക്കുന്നത്. അപ്പം സോൾവെൻ്റ് എസെൻറ്റ് ചെയ്ത് പോവാണ് പേപ്പറിലോട്ട്. സോ this type of chromatographic development is called ascending development. Another mode can be used also, which is called descending development, in which the solvent trough is at the top of the paper and the solvent descends through the paper. അത് നമ്മൾ ഡിസെൻഡിങ് ഡെവലപ്മെൻറ്റ് അറിയും. ഇനി എ സീക്വൻഷ്യൽ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ടൈപ്സ് is known as two-dimensional development. That is also used. After some time, the paper strip is removed, the solvent front is marked on it, and it is dried. Paper എടുത്തത് ഡ്രൈ ചെയ്യും. The colored components of will appear as a number of colored spots at different distances. നേരത്തെ പറഞ്ഞ മൈഗ്രേഷൻ്റെ ഡിഫറൻസ് കൊണ്ട് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിൽ ഇതൊക്കെ എന്ത് ചെയ്യും, സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി കളർലെസ് കമ്പണൻസ് ഉണ്ടെങ്കിൽ their position may be determined by spraying the paper with a sensitive reagent that is capable of forming colored compounds with them. ആ കളറില്ലാത്ത കമ്പണൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ റിയേജൻസ് യൂസ് ചെയ്യും, വിച്ച് ആർ capable of forming colored compounds. ഈ പേപ്പർ ക്രോമറ്റോഗ്രഫിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് സാമ്പിൾ കമ്പണൻസ് പ്രസൻറ്റ് ഈവൻ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഈസ് പോസിബിൾ by paper chromatography. That is, for example, the separation of cobalt, nickel, manganese and zinc ions in a test solution is possible by paper chromatography using acetone containing HCl as mobile phase. ഇനി RF വാല്യൂ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഈ കമ്പണൻസ് നമുക്ക് ഡിഫറെൻറ്റ് കമ്പണൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണെന്ന് മനസ്സിലാക്കുന്നത് by comparing their RF values. സ്പോർട്സിൻ്റെ RF വാല്യൂസ് കമ്പയർ ചെയ്യും. ഈ RF വാല്യൂ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Now let's see what are the applications of paper chromatography. Paper chromatography finds many applications in organic, inorganic, biochemical and industrial field. First application is paper chromatography is particularly suitable for the separation and identification of sample components present in trace quantities, that is in microgram levels. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ കുറഞ്ഞ എമൗണ്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് ഡൈസ്, Congo red, phenol red and bromophenol blue in a solution by using butanol, ethanol, ammonium hydroxide mixture as developing solvent. ഈ ഡൈസിൻ്റെ മിക്സ്ചർ, അതായത് കോങ്കോ റെഡ്, ഫിനോൾ റെഡ് ആൻഡ് ബ്രോമോഫിനോൾ റെഡ്, ഇതെല്ലാം മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ പോലും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യാൻ പറ്റും, യൂസിങ് ബ്യൂട്ടനോൾ, എത്തനോൾ, അമോണിയം ഹൈഡ്രോക്സൈഡ് മിക്സ്ചർ ആസ് ഡെവലപ്പിംഗ് സോൾവെൻറ്റ്. It finds applications in the separation of components which are closely related chemically closely related ആയിട്ടുള്ള കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡാണ്. ഫോർ എക്സാമ്പിൾ, അമിനോ ആസിഡ്സ് ലൈക്ക് അർജനൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ല്യൂസിൻ ആൻഡ് വാലിൻ, ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. ദേ ആർ കെമിക്കലി ക്ലോസ്ലി റിലേറ്റഡ്. അങ്ങനെയുള്ള കമ്പണൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം യൂസിങ് പേപ്പർ ക്രോമറ്റോഗ്രാഫി. ഇവിടെ ബ്യൂട്ടനോൾ, അസിറ്റിക് ആസിഡ്, വാട്ടർ മിക്സ്ചറാണ് ഡെവലപ്പിംഗ് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. തേർഡ് ആപ്ലിക്കേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ദ കൺട്രോൾ ഓഫ് ദ പ്യൂരിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് pharmaceuticals. For example, the different food colors used in a food sample can be separated and identified using paper chromatography using propanol അല്ലെങ്കിൽ 2-propanol as the eluent. 2-propanol യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഫുഡ് കളേഴ്സ് ഒരു ഫുഡിൽ യൂസ് ചെയ്ത് ഏതൊക്കെയാണ് ഫുഡ് കളേഴ്സ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. Fourth one, it can be applied for the separation and identification of metallic cations present in a solution. മെറ്റൽ കാറ്റയോൺസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടി ഈ പേപ്പർ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ദ കാറ്റയോൺസ് Fe3+, Ni2+, and Cu2+ in an aqueous mixture of their salts using acetone hydrochloric acid mixture as the eluent. The individual cations can be
identifies spraying the paper with a suitable spot test reagent by comparing their RF value. സ്പോട്ട് ടെസ്റ്റ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ചില റിയേജൻസ് എന്ത് ചെയ്യും, കളർ തരും ഈ മെറ്റൽ അയോൺസ് ആയിട്ട്. അത് സ്പോട്ട് നമ്മൾ ഒരു പ്ലെയിൻ ഒരു സർഫസിൽ ഈ മെറ്റൽസും റിയേജൻറ്റും നമ്മൾ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പുതിയ കോമ്പൗണ്ട് ഡെവലപ്പ് ചെയ്ത് കളേർഡ് കോമ്പൗണ്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏത് മെറ്റലാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ മെറ്റാലിക് കാറ്റയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും സെപ്പറേഷനും വേണ്ടിയിട്ട് പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. Some other applications of paper chromatography are: it is used in the laboratory and in industry for quick check of purity of organic chemicals. അതായത് അതിൽ മറ്റ് ഇമ്പ്യൂരിറ്റീസൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേറെ കമ്പോണൻസ് അതിൽ പ്രസൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ഡ്രഗ്സ് ആൻഡ് ഡോപ്സ് ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ഡ്രഗ്സിൻ്റെ ഒക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ അനാലിസിസ് ഓഫ് കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സിൽ അടങ്ങി നിൽക്കുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റെസൊല്യൂഷൻ ഓഫ് ഐസോമെറിക് മെറ്റൽ കോംപ്ലക്സസ് ക്യാൻ ബി അച്ചീവ്ഡ് യൂസിങ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. അതായത് ഡിഫറെൻറ്റ് ഐസോമേഴ്സ് ഉണ്ട് കോംപ്ലക്സസിൻ്റെ, സിസ് ട്രാൻസ് ഐസോമേഴ്സ്, അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാം, റെസൊല്യൂഷൻ നടത്താം. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റൽ അയോൺസ് ഇൻ മെറ്റൽസ് ഇൻ ഓർ സാമ്പിൾസ്. ഓറിൽ ഒരു ഓറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ മെറ്റൽ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി, ഇറ്റ്സ് പ്രിൻസിപ്പിൾ, പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് ആൻഡ് ദിയർ ആപ്ലിക്കേഷൻസ്. അതിന് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.